ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ വ്ളോഗ്സ് ബൈ കിരൺ ബ്ലാക്ക് ആണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണ് ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാത്തത്, സ്കിൻ കെയർ വീഡിയോ എന്താ ഇടാത്തത്. കാരണം എല്ലാ വീഡിയോ ഇടണമല്ലോ, അതൊന്നാമത്തെ കാര്യം. പിന്നെ ടൈം എന്ന് പറയുന്നത് എൻ്റെ വർക്കില്ലാത്ത ദിവസങ്ങളിലാണ് ഞാൻ വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ കൊറ്റംകുളങ്ങര ചമയവിളക്കേൻ്റെ ഇത് വ്ളോഗൊക്കെ കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ കുറച്ച് എന്താ പറയുക മരിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയുക, പിന്നെ ഒന്ന് ഇപ്പോഴാണ് ഫ്രീ ആയത്. പിന്നെ ഞാനൊന്നൊരു വിദേശയാത്രയൊന്ന് പോയി, വർക്കിൻ്റെ ഭാഗമായിട്ട്, കറങ്ങാൻ പോയതല്ല, ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് പോയി വന്ന ഒരിതാണ്. അതിൻ്റെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഒന്നും പെട്ടെന്ന് ഇതായത് കാരണം ഒന്നും പ്രിപ്പയർ ആവാണ്ടാണ് ഞാൻ പോയത്. കാരണം ഒരു വർക്ക് 2 ദിവസത്തേക്ക് പുറത്ത് പോയതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇതൊക്കെ ആയിട്ട് തിരക്കായിട്ട് ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. അപ്പോൾ ഇന്നൊരു സ്കിൻ കെയർ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ചോദിച്ച കാരണം ഇന്നൊരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണല്ലോ, എന്താ പറയുക, കൊറിയൻ ഗ്ലാസ് സ്കിൻ ആവുക എന്നുള്ളത്. കൊറിയൻ ഗ്ലാസ് സ്കിന്നിൻ്റെ ഒരു ലുക്ക് കിട്ടാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ നിന്ന് കിട്ടുന്ന വെറും 4 കാര്യങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഒരു ആഴ്ചയിൽ 2 തവണ, ആഴ്ചയിൽ 1 തവണയെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുക, ആഴ്ചയിൽ 2 തവണ യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കൊറിയൻ ഗ്ലാസ് സ്കിൻ പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വേണ്ട 4 കാര്യങ്ങളാണ്, അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ തന്നെ ഞാൻ ആദ്യം നമ്മുടെ പാക്കിന് വേണ്ടി നമ്മുടെ പാക്ക് മിക്സ് ചെയ്യാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അരിപ്പൊടി കേട്ടോ, നല്ല അരിപ്പൊടി 1 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത്. 1 ടേബിൾ, അങ്ങനെ നമ്മൾ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ തേൻ, തേൻ വേണ്ട, നല്ല തേൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ തേൻ, എല്ലാം 1:1:1 ആണ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു ടേബിൾ സ്പൂൺ തേൻ എടുത്തു. അങ്ങനെ നമ്മൾ അരിപ്പൊടി എടുത്തു, തേൻ എടുത്തു. ഇനി 1 ടേബിൾ സ്പൂൺ നമുക്ക് പച്ച വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ, വെർജിൻ വെളിച്ചെണ്ണ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാല്, 1 ടേബിൾ സ്പൂൺ പാല്, എല്ലാം 1 ടേബിൾ സ്പൂൺ വെച്ചാണ് കേട്ടോ എടുത്താക്കണത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വേറെ ഒന്നും ആഡ് ചെയ്യേണ്ടത്, നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു, എല്ലാം 1 ടേബിൾ സ്പൂൺ വെച്ചാണ്. ഇനി നന്നായിട്ട് ഒരു മിനിറ്റോളം നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആവും. അങ്ങനെ നമ്മളിത് നല്ല അരിപ്പൊടി ഇങ്ങനെ ഇളക്കുമ്പോഴാണ് ആ ഒരു അരിപ്പൊടിയുടെ ഇത് മാറിയിട്ട് നല്ല ഇതാവുള്ളൂ. അപ്പോൾ ഞാൻ 1 മിനിറ്റോളം ഇങ്ങനെ ഇളക്കിയപ്പോഴത്തേക്കും ആ ഒരു ലൂസായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇളക്കി വരുമ്പോഴത്തേക്കും കണ്ടതേ ഈ ഒരു കട്ടി വരും, കണ്ട, മുറിഞ്ഞ് വീണ ഒരു കട്ടി വരും. ഇനി ഇത് നമുക്ക് ഡയറക്റ്റ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡയറക്റ്റ് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. എനിക്കിത് ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാൻ ഫേസിലും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കളയാം, വെറുതെ വാഷ് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് നല്ല റിസൾട്ടായിരിക്കും. നമ്മുടെ സ്കിന്നിങ്ങനെ, എൻ്റെ സ്കിന്ന് കണ്ടില്ലേ ഇവിടെയൊക്കെ ഇങ്ങനെ തിളങ്ങണത്, അതേപോലെ തിളങ്ങും. അപ്പോൾ നമുക്ക് 15 മിനിറ്റ് റെസ്റ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ഹായ് ഗൈസ്, അങ്ങനെ അത് 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിങ്ങനെ ഇങ്ങനെ ഉണങ്ങി തുടങ്ങി. ഇനി നമുക്കിത് വെറുതെ വാഷ് ഔട്ട് ചെയ്യാം. നല്ലപോലെ ആൻറ്റി ക്ലോക്ക് വൈസ് സ്ക്രബ് ചെയ്ത്, ഇപ്പോൾ ഇത് തരി പോലെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്കത് ക്ലോക്ക് വൈസ് സ്ക്രബ് ചെയ്തിട്ട് വെറുതെ വെറും വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം കേട്ടോ. അങ്ങനെ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട്. ആ പരിവരിപ്പൻ ഇത് പോയിട്ട് നോക്കി കണ്ടോ, ഒരു ഇത് പോയി നമ്മുടെ എന്താ പറയുക, ഒരു ഡ്രൈ പോലെ ഇരുന്ന് വെച്ചാൽ ഇപ്പോൾ നല്ലൊരു സോഫ്റ്റ് ചെയ്ത് ഇങ്ങനെ കൈ ഓടിക്കുമ്പോൾ തന്നെ നല്ല
നല്ല രസമുണ്ട് തിളക്കം. ഓക്കെ, അപ്പോൾ നമുക്കിതൊരു ആഴ്ചയിൽ 2 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ 1 മാസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ടൈം ഇല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ സ്കിൻ ഇങ്ങനെ നല്ല പോലെ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇത് മസ്റ്റായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ, ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.